അല്ല കൂട്ടുകാരെ, എന്നും നമ്മൾ ഊണും സദ്യയൊക്കെയാണ് കാണുന്നത്. ഇന്ന് നമുക്കൊരു സന്തോഷമായിട്ടുള്ള ഒരു ഉത്സവ കാഴ്ച കാണാം. അതായത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. അമ്പലത്തിൻ്റെ പേര് ചുനക്കര തിരുവരൂർ മഹാദേവ ക്ഷേത്രം എന്നാണ്. അപ്പോൾ 1500 വർഷത്തെ പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ വർഷത്തെ ഉത്സവത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് എല്ലാ വർഷവും കറണ്ട് കാണത്തില്ല. ഈ കാള എടുക്കുന്ന സമയം തൊട്ട് പിന്നെ കാളെ ഇറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കറണ്ട് നേരത്തെ വന്നു. അതിന് കാരണം ഞങ്ങളുടെ മാവേലിക്കര എം എസ് അരുൺകുമാറിൻ്റെ നിർദ്ദേശത്തിൽ കറണ്ടിൻ്റെ എല്ലാം ശരിയാക്കി, താഴേക്കൂടെയുള്ള ലൈനോ ഒക്കെ ശരിയാക്കി, എന്തോ നല്ലവണ്ണം നമുക്ക് കറണ്ടൊക്കെ കിട്ടി. കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി പറയാനറിയത്തില്ല. അപ്പം കറണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. വെട്ടം കണ്ട് തന്നെ നമുക്ക് ഉത്സവമൊക്കെ കാണാനും സന്തോഷമായിട്ട് ഇറങ്ങിപ്പോകാനും ഒക്കെ പറ്റുമായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ഉത്സവ കാഴ്ചകളായി കാണുന്നതല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് പോകുന്ന കാളയാണിത്. 6 കരക്കാരാണുള്ളത്. അമ്പലത്തിൽ 6 കരക്കാരുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് പോകുന്നതാണ് കോമലൂർ കാള. കോമലൂർ ഭാഗത്തുനിന്ന് പോകുന്ന കാളയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നല്ല ചെണ്ടമേളവും പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എടുത്തതായതൊക്കെ ഇങ്ങനെ അങ്ങനെ ചെണ്ടമേളവും ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നമ്മളതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകും. എല്ലാ ഉത്സവമൊക്കെ ഇങ്ങനെ കാണുന്നു. അതിൻ്റെ കൂടെ പോയാൽ നമുക്ക് ഈ ചെണ്ടമേളം കാണാം, കുതിര കാണാം, തേര്, കാളയെല്ലാം വരുന്നത്, ബാൻഡ് മേളം, എന്തൊക്കെയോ ഇങ്ങനെ. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ കണ്ട് അതിൻ്റെയൊക്കെ മുന്നിൽ കൂടെ ഇങ്ങനെ കളിക്കുന്നതും കൊച്ചു പിള്ളേരും വലിയവരും ഒക്കെ കളിക്കുന്നതും. ഇത് കിഴക്കമുറി, നടുവിലെ മുറിയാണെന്ന് തോന്നുന്നു. പിന്നെ കിഴക്കമുറിയുണ്ട്, തെക്കമുറിയുണ്ട്. അങ്ങനെ ഓരോ കരയ്ക്കും ഓരോ പേരുണ്ട്. അങ്ങനെ 6 കരയിലെ കെട്ടുകാഴ്ചകളെല്ലാം വന്ന് നമ്മുടെ ഒരു കണ്ടമുണ്ട്, പറമ്പെന്ന് പറയും, നെൽപ്പാടം. അവിടെ വന്ന് എല്ലാം ഇങ്ങനെ നിരന്നിറങ്ങി. ഇത് കിഴക്കമുറിയാണ്. കിഴക്കമുറി ക്രെയിനൊക്കെ കൊണ്ട് അത് പിടിച്ചുകൊണ്ട് വന്നത്. ഭയങ്കര ഇങ്ങനെ ഇറക്കമൊക്കെ ഉള്ളിടമാണ്. അപ്പം അതൊക്കെ പിടിച്ച് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെതുക്കെയാണ്. ആ സമയം ഞങ്ങളിങ്ങനെ പോയി അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ പൈസയൊക്കെ ഇട്ട് അമ്പലത്തിലെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് കച്ചവട സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ കപ്പലണ്ടിയും പിന്നെന്തുവാ പൊരിയും ഒക്കെ വാങ്ങിച്ചിങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കണ്ടത്തിൽ കൂടെ ഒക്കെ കുറച്ച് നടക്കണം. നടന്നിങ്ങനെ എല്ലാം കണ്ട് ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പോയി ഇങ്ങനെ തെള്ളിന് മുമ്പേ എല്ലാം കാണും. പിന്നെ അവിടെ നിൽക്കാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല രസമാണ് ഇങ്ങനെ ഇതെല്ലാം കണ്ടത്. അങ്ങനെ ഇങ്ങനെ കാളകളെല്ലാം നിരന്ന് തുള്ളിക്കഴിയുമ്പം പിന്നെ തിരിച്ചിതിനെ കയറ്റി അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് ആ കൊടിമരത്തിൽ നിന്ന് കൊടി ഇറങ്ങിക്കഴിഞ്ഞ് ഒക്കെയാണ് ഈ ഉത്സവം തീരുന്നത്. അപ്പം അങ്ങനെ ഓരോ മേളങ്ങളും ഓരോ കരക്കാരുടെയും അടുത്ത് പോയി ഒത്തിരി ആഘോഷങ്ങളുണ്ട്. കാണുന്ന എല്ലാം ഇങ്ങനെ തുള്ളുന്നതും കുരങ്ങ് പോലത്തതും പുലി പോലത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടതൊക്കെ എടുത്ത് ഇങ്ങനെ നിങ്ങളെയും കൂടെ കാണിക്കാൻ ഒരു രസമല്ലേ. എന്നും ഫുഡിൻ്റെയൊക്കെ അല്ലേ ഇടുന്നത്. അപ്പം ഇത് കാണിച്ച് നിങ്ങളെയും കൂടെ കാണിക്കാൻ ഒരു സന്തോഷമല്ലേ. അപ്പം മാവേലിക്കര താലൂക്കിൽ അത് വലിയൊരു ഉത്സവമാണ്. പിന്നെ ഒരുപാട് കാലം കൊണ്ടുള്ള ഉത്സവങ്ങളായത്. ഇപ്പം അമ്പലത്തിലെ സെക്രട്ടറി ആർ സുരേഷ് കുമാറൊക്കെയാണ്. ഇപ്പം നല്ല ഉത്സവമായിരുന്നു. എന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നടത്തി. ആർക്കും പോകാമായിരുന്നു. നല്ല പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പോകാനും കാണാനും ഒക്കെ പറ്റുമായിരുന്നു. കറണ്ടും ഉണ്ടായിരുന്നു, വെട്ടം ഉണ്ടായിരുന്നു, തിരിച്ചു വരാനും. അപ്പം നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. ഇങ്ങനെ ചെണ്ടകൊട്ടൊക്കെ ഉണ്ട്. കാളകളും ചെണ്ടകൊട്ടും ഞങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് കാണുക. അപ്പോൾ ഒത്തിരി കാണികളുണ്ട്. നമുക്ക് അറിയാത്തവരെയും പണ്ടൊക്കെ കണ്ടിട്ടുള്ളവരെയൊക്കെ ഈ ഉത്സവത്തിന് പോകുമ്പോൾ കാണാൻ പറ്റും, പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ നമ്മൾ മനുഷ്യരെയൊക്കെ ഒന്ന് ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു ആഘോഷമാണ്. അവിടെയൊക്കെ എല്ലാവരും പുത്തൻ ഡ്രസ്സുകളും സദ്യകളും പിന്നെ അവിടെ ഈ കാളയുടെ മൂട്ടി പായസങ്ങൾ എല്ലാം ഉണ്ട്. ഈ 10 ദിവസവും ഉത്സവമാണ്. 10 ദിവസവും നമുക്ക് കാളമൂട്ടി കഞ്ഞി കിട്ടും. പിന്നെ ഊണുള്ള ദിവസങ്ങളുണ്ട്. 7-നോ എന്തൊക്കെയോ നേർച്ചകളും അതൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ വകയായിട്ടും കാളമൂട്ടിലും
ഒക്കെ ഉണ്ട്. അപ്പോൾ കഞ്ഞി കൊടുക്കുന്നതുണ്ട്, സദ്യ കൊടുക്കുന്ന ദിവസങ്ങളുണ്ട്. കാളയ്ക്ക് ഓരോ സാധനങ്ങൾ വെക്കുമ്പോൾ തല വെക്കുന്നെന്നോ നെറ്റിപ്പട്ടം ഇടുന്നെന്നൊക്കെ സദ്യയൊക്കെ ഉണ്ട്. അങ്ങനെ 7-നും